ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പാൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണേ. ഈ മാറ്റി വെച്ച പാലിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് കലക്കിയെടുക്കാനുള്ളതാണ്. 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കി അങ്ങോട്ട് എടുക്കണം. കസ്റ്റാർഡ് പൗഡർ കലക്കി അങ്ങോട്ട് എടുക്കുമ്പോഴേക്ക് കുറച്ച് പാലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോണ ഒരു സാധനമാണ്. അപ്പൊ കൂടുതൽ പാലെടുത്ത് കഴിഞ്ഞാൽ അത് അലിയിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പൊ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം എന്നിട്ടത് കലക്കി അങ്ങോട്ട് എടുക്കണേ. എന്നിട്ടൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പൊ പാലേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിലേ അത് ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം അത് കരിഞ്ഞു പോകും. അപ്പൊ ഒന്ന് ഇളക്കിയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്ക് മധുരത്തിന് ആവശ്യമായുള്ള പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എങ്ങനെയാണോ മധുരം, കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ എന്നിട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചത് അങ്ങോട്ട് അതിലേക്ക് ചേർക്കണം. അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നല്ലവണ്ണം ഇളക്കാനായിട്ട് മറക്കണ്ട. കാരണം ഇളക്കിയില്ലെങ്കിൽ ഈ സാധനം കട്ട പിടിച്ച് പെട്ടെന്ന് പോയി. അപ്പൊ ഫുള്ളായിട്ട് അങ്ങോട്ട് ഇളക്കി കിട്ടുമൊന്നുമില്ല. ഇത് നല്ലവണ്ണം കൈയെടുക്കാണ്ട് തന്നെ അങ്ങോട്ട് ഇളക്കി ഒരു കുറുകി വന്ന പാകത്തിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്കും തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. നല്ലവണ്ണം അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്തിട്ടെ ഇതങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കൂട്ടുകാരെ. പുഡിങ്ങിനുള്ള ബേസേ ഞാൻ എടുത്തേക്കണത് ബ്രെഡാണ്. നമ്മൾ സാധാരണ കഴിക്കാനുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ബ്രെഡ് എടുക്കണേ. ഒരു പരന്നൊരു പാത്രത്തിലേക്ക് അതിന്റെ ആകൃതിയിൽ ആ ബ്രെഡ് ഒന്ന് അങ്ങോട്ട് നിരത്തി ആദ്യം ഒരു ലെയർ അങ്ങോട്ട് വെക്കണം. ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ആദ്യത്തെ ലെയർ അങ്ങോട്ട് വെച്ചിട്ട് അതിലേക്ക് ആ കസ്റ്റാർഡിന്റെ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് അടുത്ത ലെയർ അങ്ങോട്ട് വെക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയേക്കണ ഈ മിശ്രിതം ഒരു 3 ലെയർ വരെ വെക്കാനുള്ളത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏകദേശം ഒരു 3 ലെയറോളം ബ്രെഡ് അടുക്കി വെച്ച് ഓരോന്ന് ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ആ കസ്റ്റാർഡിന്റെ മിശ്രിതം അങ്ങോട്ടേക്ക് ഒഴിച്ചു. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഒന്ന് അടച്ചങ്ങോട്ട് വെക്കണം. ഒന്നൊന്ന് ചൂടാറി വരാനായിട്ട്. അങ്ങോട്ട് ചൂടായി ആറി അങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് പിന്നെ ഞാനേ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ആ ഫ്രഷ് ക്രീം ഒന്ന് അതിന്റെ മുകളിലേക്ക് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് തേച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം കൊണ്ട് ഫ്രീസറിലേക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പുഡിങ് റെഡിയാവുയി. ഒരു 2 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ അത് സെറ്റായി അങ്ങോട്ട് കിട്ടിക്കോളേ. ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതില് മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആവശ്യത്തിന് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡോ അങ്ങനെ എന്തെങ്കിലും ചേർത്തൊക്കെ കൊടുക്കാം അതിന്റെ മധുരത്തിനായിട്ടേ. ഈ മധുരം ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല സ്വാദാണ് ഈ ഫ്രഷ് ക്രീമിന്. അത് നല്ല തണുത്ത് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് നമുക്ക് നല്ലവണ്ണം അത് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി രുചിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. അപ്പൊ കൂട്ടുകാരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്നും മറക്കരുതേ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.